ഒമാൻ കടലിലൂടെ സഞ്ചരിക്കുന്ന യുഎസ് നാവികസേന കപ്പലുകളെ ലക്ഷ്യം വെച്ച് ഇറാൻ ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തി. 1000 മീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഖാദർ 380 മിസൈലാണ് പരീക്ഷിച്ചത്. റേഡിയോ സിഗ്നലുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ് ഈ മിസൈലുകൾ. മധ്യ ഇറാനിൽ നിന്ന് ഒമാൻ കടലിലേക്കാണ് പരീക്ഷണം നടത്തിയത്. ഭൂഗർഭ അറയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിവുള്ള ഈ മിസൈലിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 100-ൽ പരം ക്രൂയിസ് മിസൈലുകൾ സൂക്ഷിക്കാൻ കഴിവുള്ള ഭൂഗർഭ അറകൾ തെക്കൻ തീരപ്രദേശത്ത് തുറന്നതായി ഇറാന്റെ ഔദ്യോഗിക ചാനൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. 2011 മുതൽ ഇറാൻ മിസൈൽ പരീക്ഷണങ്ങളും ഭൂഗർഭ മിസൈലുകളും പരീക്ഷണം നടത്തിയിരുന്നു. ഇതിൽ തന്നെ 2000 മീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ കഴിവുള്ള മിസൈലുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇസ്രായേൽ അടക്കമുള്ള ഭൂപരിധിക്കുള്ളിൽ മിസൈലുകൾ പരീക്ഷിക്കുന്നുണ്ട്. മിസൈൽ നഗരം എന്നറിയപ്പെടുന്ന ഭൂഗർഭ താവളത്തിൽ ട്രക്കുകളിൽ ഘടിപ്പിച്ച ഡസൻ കണക്കിന് മിസൈലുകൾ ഉള്ളതായി ഫെബ്രുവരി 1-ന് പുറത്തുവിട്ട വീഡിയോയിൽ ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി, നേവൽ ഫോഴ്സ് ചീഫ് റിയർ അഡ്മിറൽ അലി റൈസ ടാക്സരിയും ചേർന്ന് മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭൂഗർഭ ശൃംഖല പരിശോധിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. 5 മിനിറ്റിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഇറാന്റെ വൻ പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളുടെ ആസ്ഥാനമാണ് ഇതെന്ന് താക്സരി ഈ വീഡിയോയിൽ പറയുന്നു. 1000 മീറ്റർ ദൂരപരിധിയുണ്ടെന്നും ഇലക്ട്രോണിക് യുദ്ധത്തെ ചെറുക്കാനുള്ള ആന്റി ജാമിംഗ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഭൂഗർഭ താവളങ്ങളിൽ മൂന്നാമത്തെ താവളമാണ് ഇതെന്ന് ഇറാനിയൻ ചാനൽ IRNA പറയുന്നു. ജനുവരി പകുതിയോടെ പേർഷ്യൻ തീരത്ത് ഭൂഗർഭ താവളം ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതിന് സമാനമായ ഭൂഗർഭ താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങളും കഴിഞ്ഞ ജനുവരി 10-ന് ഇറാൻ എയർഫോഴ്സ് പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ, അമേരിക്ക എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാനും ഭീഷണികളെ എതിർക്കാനുമാണ് ആയുധങ്ങളെന്നാണ് ഇറാൻ സൈന്യം പറയുന്നത്. ഇറാന്റെ മിസൈൽ പദ്ധതി വിദേശ ഭീഷണികളെ ചെറുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. യൂറോപ്പിലെത്താൻ കഴിയുന്ന മിസൈലുകൾക്കായി ഇറാൻ രഹസ്യമായി രൂപകൽപ്പന ചെയ്ത ആണവശേഷിയുള്ള പോർമുഖങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ട പ്രതിപക്ഷ സംഘങ്ങൾ പറയുന്നത്. അതിനിടെ വടക്ക് കിഴക്കൻ ഇറാനിലെ ഷാരൂത്ത് മിസൈൽ സൈറ്റിൽ 3000 കിലോമീറ്ററിൽ അധികം ദൂരപരിധിയുള്ള കര ഇന്ധന മിസൈലുകളിൽ ഇറാൻ രഹസ്യമായി ന്യൂക്ലിയർ വാർഹെഡുകൾ വികസിപ്പിക്കുകയാണ് എന്നാണ് നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഇറാൻ വാഷിംഗ്ടൺ DC-യിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്.